ഈശോ കൂടെയുണ്ട് എന്ന ഉറപ്പിൻ്റെ പേരാണ് വിശ്വാസം. എൻ്റെ ജീവിത വഞ്ചിയുടെ അമരത്ത് ഉറക്കമാണേലും എൻ്റെ കർത്താവുണ്ട് എന്ന ഉറപ്പാണ് എൻ്റെ വിശ്വാസം. കാലമേറെയായിട്ടും ചില കാര്യങ്ങൾക്ക് ഉത്തരമില്ല. അപ്രതീക്ഷിതമായി ചില സങ്കടങ്ങൾ തേടി വരുന്നുണ്ട്. കർത്താവിനെ വിളിച്ചിട്ട് മറുപടിയില്ല. ഉറക്കമാണെന്ന് തോന്നുന്നു. പക്ഷെ അപ്പോഴും ഞാൻ വിശ്വസിക്കുന്നു, ഉറക്കമാണേലും അവൻ അവിടെ ഉണ്ട് എന്ന ഉറപ്പിൻ്റെ പേരാണ് വിശ്വാസം. ഈശോ എഴുന്നേറ്റ് കടലിനെ ശാന്തമാക്കി, കാറ്റിനെ ശാന്തമാക്കി. ഇവരത്ഭുതപ്പെടുന്നു. കാറ്റും കടലും പോലും അനുസരിക്കുന്ന ഇവനാരാണ്? പ്രിയമുള്ള ദൈവജനമേ, നമ്മുടെ ജീവിതത്തിലെ സങ്കടങ്ങളുടെ പരിഹാരം ഒരൊറ്റ പേരാണ് ഈശോ മിശിഹ. അവന് നമ്മുടെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ ചെയ്യാൻ സാധിക്കും. പ്രകൃതിക്കുമേൽ, മരണത്തിൻ്റെ മേൽ, രോഗങ്ങളുടെ മേൽ, നമ്മുടെ ചുറ്റുമുള്ള മനുഷ്യരുടെ മേലൊക്കെ അവന് നിയന്ത്രണമുണ്ട്. കർത്താവ് കാക്കും നമ്മളെ, കർത്താവ് നമ്മളെ സംരക്ഷിക്കുമെന്ന് വിശ്വസിക്കാൻ പറ്റണം. അങ്ങനെയാണ് ഈ ജീവിതം മുന്നോട്ട് പോകേണ്ടത്. കർത്താവ് വഞ്ചിയുടെ അമരത്തുണ്ടെങ്കിൽ ഈ വഞ്ചി ആടിയുലയില്ല എന്നല്ല അതിൻ്റെ അർത്ഥം. മറിച്ച് പ്രത്യാശ എന്താ? കർത്താവ് ഈ വഞ്ചിയുടെ അമരത്തുണ്ടെങ്കിൽ ഈ വഞ്ചി മറുകരയെത്തും. ഈ വഞ്ചി മറുകരയെത്തും. മറുകര എന്താണ്? സ്വർഗമാണ്. സ്വർഗം തേടി നമുക്ക് യാത്ര ചെയ്യാം. ഇവിടെയുള്ള ഈ ഉലച്ചിലുകളും ഈ കൊടുങ്കാറ്റും ഈ പേമാരിയും ഇതൊക്കെ നമ്മളെ കുറെ കൂടെ കർത്താവിലേക്ക് അടുപ്പിക്കുകയാണ്. ഓരോ സങ്കടവും, ഓരോ വീഴ്ചയും, ഓരോ ഇടർച്ചയും കുറെ കൂടെ കർത്താവിനെ മനസ്സറിഞ്ഞു വിളിക്കാൻ, കർത്താവേ ഞങ്ങളിത് നശിക്കാൻ പോകുന്നേ എന്ന് മനസ്സറിഞ്ഞു വിളിക്കാൻ കിട്ടുന്ന അവസരമാണെന്ന് തിരിച്ചറിഞ്ഞ് കുറെ കൂടെ ആത്മാർത്ഥതയോടെ നമുക്ക് കർത്താവിനെ തേടാം, കർത്താവിനെ വിളിക്കാം.